നാഷണൽ ഹെറാൾഡ് കേസിൽ ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും പിടിച്ച് അകത്തിടാനുള്ള ഓട്ടത്തിലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എന്നാൽ അറസ്റ്റ് ചെയ്യാൻ വന്നവരെ കൊണ്ട് തന്നെ സല്യൂട്ട് അടിപ്പിക്കുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിയും സോണിയയും നിൽക്കുന്നത്. അറസ്റ്റ് ചെയ്യാൻ പോയിട്ടൊന്ന് തൊട്ടു നോക്കാൻ പോലും സാധിക്കാതെ തലയിൽ മുണ്ടിട്ടാണ് മോദി നിൽക്കുന്നത്. കാരണം അതിനിർണായകമായ 3 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിക്കഴിഞ്ഞു. തമിഴ്നാട്, കേരളം, പശ്ചിമ ബംഗാൾ ഈ 3ഇടത്തും വലിയ റോൾ വഹിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വോട്ട് ചോരി ആക്ഷേപം അടക്കമുയർത്തി തങ്ങളെ രാഹുൽ പൂട്ടുമെന്ന ചിന്തയിലാണ് BJP ED വഴിയുള്ള നീക്കം നടത്തിയത്. എന്നാൽ ഈ നീക്കത്തിന് തടയിട്ട് കോടതി എത്തിയതോടെയാണ് രാഹുൽ ഗാന്ധി പൂർവാധികം ശക്തിയോടെ സ്വതന്ത്രനാകുന്നത്. നാഷണൽ ഹെറാൾഡ് കേസിൽ കോടതിയിൽ നിന്ന് ആശ്വാസം ലഭിച്ചതിന് പിന്നാലെ ഇത് സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലാണെന്ന് കോൺഗ്രസ് പാർട്ടി ആരോപിച്ചു കഴിഞ്ഞു. കേസിൽ FIRന്റെ അഭാവം ചൂണ്ടിക്കാട്ടിയാണ് കോടതി നടപടികളിൽ ആശ്വാസം നൽകിയതെന്നാണ് റിപ്പോർട്ട്. കള്ളക്കേസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും തെളിവുകളുടെ അഭാവമുണ്ടാകും. ഇതാണ് EDയെ പിന്നോട്ടടിച്ച ഘടകം. കോൺഗ്രസ് നേതാക്കളെ അപകീർത്തിപ്പെടുത്താൻ സർക്കാർ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതികരിച്ചത്. 2021നും 2025നും ഇടയിലുള്ള കാലയളവിൽ രാഹുൽ ഗാന്ധിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 50 മണിക്കൂറിലധികം ചോദ്യം ചെയ്തതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. FIR ഇല്ലാത്തത് കേസിൽ വലിയ വഴിത്തിരിവാകുകയും കോൺഗ്രസിന് ആശ്വാസം നൽകുകയും ചെയ്യുകയായിരുന്നു. ED അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണമാണിതെന്നാണ് പാർട്ടി ആവർത്തിച്ചു പറഞ്ഞത്. ED, CBI തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കളെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നുവെന്നും ഖാർഗെ ആരോപിക്കുന്നുണ്ട്. കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് പറഞ്ഞ ഖാർഗെ എല്ലായ്പ്പോഴും സത്യം ജയിക്കുമെന്ന് പറഞ്ഞു. കോടതി വിധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും മുഖത്തേറ്റ അടിയെന്നും അദ്ദേഹം പറഞ്ഞു. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മോദിയും അമിത്ഷായും രാജിവെക്കണമെന്നാണ് ഖാർഗെ ചൂണ്ടിക്കാട്ടിയത്. നാഷണൽ ഹെറാൾഡ് കേസ് EDയുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമെന്ന് KC വേണുഗോപാലും പ്രതികരിച്ചു. കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എന്നിവർ ഉൾപ്പെടെ 7 പേർക്കെതിരെ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ട് ED നൽകിയ പരാതി ഡൽഹി റൌസ് അവന്യൂ കോടതി തള്ളിയതോടെയാണ് EDക്ക് വലിയ തിരിച്ചടി സമ്മാനിച്ചത്. കേസിൽ അന്വേഷണം തുടരാമെന്നറിയിച്ച കോടതി ED കുറ്റപത്രത്തിൽ ഇടപെടാൻ വിസമ്മതിക്കുകയായിരുന്നു ചെയ്തത്. കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും സ്വകാര്യ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനാൽ PMLA ആക്ട് പ്രകാരം EDയുടെ കുറ്റപത്രം നിലനിൽക്കില്ല എന്നും ഡൽഹി റൌസ് അവന്യൂ കോടതി വ്യക്തമാക്കുന്നുണ്ട്. അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായാണ് EDയുടെ കണ്ടെത്തൽ. കള്ളപ്പണം വെളുപ്പിക്കലിലൂടെ 142 കോടി രൂപയുടെ ലാഭം ഗാന്ധി കുടുംബം സ്വന്തമാക്കി എന്നും വാദമുണ്ട്. ഈ വാദങ്ങളെല്ലാം അപ്പാടെ കോടതി തള്ളുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കേസിൽ കഴിഞ്ഞ ഏപ്രിലാണ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ED കുറ്റപത്രം സമർപ്പിച്ചത്. ED കുറ്റപത്രം ഡൽഹി കോടതി തള്ളിയതോടെ മോദി സർക്കാരിന്റെ വഞ്ചനയും നിയമവിരുദ്ധതയും തുറന്നു കാട്ടപ്പെടുന്നുവെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതോടെ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ തൂക്കിയെറിയാനുള്ള നീക്കമാണ് പൊളിഞ്ഞു വീണത്.